Next is Chapter 2 National Income Accounting. National income can be viewed in three ways. മൂന്ന് രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകം കാണാം. ഫ്രം ദി പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം ഇൻകം പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. ഏതൊക്കെ രീതിയിലാണ്? നമ്പർ 1 പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ, നമ്പർ 2 ഇൻകം പോയിന്റ് ഓഫ് വ്യൂ, നമ്പർ 3 എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. നാഷണൽ ഇൻകം ഫ്രം പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം ഇസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇസ് ദി സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ പ്രൊഡ്യൂസ്ഡ് ഒരു വർഷം പ്രൊഡ്യൂസ്ഡ് ചെയ്ത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ ആണ്. നാഷണൽ ഇൻകം ഇസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഇനി നാഷണൽ ഇൻകം ഫ്രം ഇൻകം പോയിന്റ് ഓഫ് വ്യൂ. നാഷണൽ ഇൻകം ഇസ് ദി സം ടോട്ടൽ ഓഫ് factor incomes earned by normal residents of a country in the form of rent, wages, interest and profit in an accounting year. ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിലോ ഇൻകം വെച്ചിട്ടാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇൻകം ഏൺ ബൈ ദി നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഇൻകം വരുന്നത് ഏതൊക്കെ ഫോമിലാണ്? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഒരു വർഷം ഇൻകം ഫോമിൽ വരുന്ന മണി വാല്യൂ, അതാണ് ഇൻകം പോയിന്റ് ഓഫ് വ്യൂ. ഇൻകം വരുന്നത് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. നെക്സ്റ്റ് ഈസ് നാഷണൽ ഇൻകം ഫ്രം എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരിക്കും? എക്സ്പെൻഡിച്ചർ വെച്ചായിരിക്കും നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. നാഷണൽ പ്രോഡക്റ്റ് is the net output of commodities and services flowing during the year from the country's productive system into the hands of ultimate consumers or into the addition or to the country's capital goods. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. y is equal to c plus i plus g plus x minus m. സി എന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഐ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ജി എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. എക്സ് മൈനസ് എം എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് എക്സ്പോർട്ട്. എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ടും എം എന്ന് പറയുന്നത് ഇമ്പോർട്ടുമാണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട്. അപ്പോൾ y is equal to c plus i plus g plus x minus m. അപ്പോൾ എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? നാഷണൽ പ്രോഡക്റ്റ് is the net output of commodities and services flowing during the year from the country's productive system into the hands of ultimate consumers or into the addition to the consumers' capital goods. ഒരിക്കൽ കൂടി പറയാം. നാഷണൽ പ്രോഡക്റ്റ് ഇസ് ദ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് കമോഡിറ്റീസ്. നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് is the net output of commodities and services. commodities ഉണ്ട്, services ഉണ്ട്. flowing during the year, ഒരു വർഷം, during the year, from the country's productive system, from the country's productive system into the hands of ultimate consumers, into the hands of ultimate consumers or into the addition to the country's capital goods. country's capital goods. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ വരുന്നത് y is equal to c plus i plus g plus x minus m എന്ന ഒരു രീതിയിലാണ്. In short, national income is either money value of all the final goods and services produced. In short, ചുരുക്കി പറഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഓർ സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടറി ഇൻകം ഏൺ. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്, ഒന്ന് പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ. രണ്ടാമത്തത് സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടറി ഇൻകം ഏൺ, ഇവിടെ ഇൻകം പോയിന്റ് ഓഫ് വ്യൂ. മൂന്നാമത്തെ ഓർ സം ടോട്ടൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ, ഇവിടെ എക്സ്പെൻഡിച്ചർ പോയിന്റ് ഓഫ് വ്യൂ. സം ടോട്ടൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ. നാഷണൽ ഇൻകം ഈസ് ഐദർ 3 points of view: production points of view, income point of view, expenditure point of view. Next is basic economic activities: production, consumption, capital formation,
ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഉൽപാദനം, കൺസംഷൻ, ഉപഭോഗം, ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന രൂപീകരണം, ഗവൺമെൻറ് ട്രാൻസാക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.